ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പെ ആൻഡ് ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ആർക്കും ആവശ്യമില്ല. എൻ്റെ കുറവുകൾ കാരണം ആളുകൾ എന്നെ എപ്പോഴും മാറ്റി നിർത്തും, തള്ളിക്കളയും. ഇതൊക്കെ നമ്മൾ സാധാരണ ചിന്തിച്ച് വേദനിക്കാറുള്ളതാണ്. അംഗീകാരത്തിനായി നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ പലപ്പോഴും ലോകം നമ്മെ നിരാകരിക്കാറുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു വലിയ വാഗ്ദാനമുണ്ട്. വിശുദ്ധ യോഹന്നാൻ 6:37 വചനം ഇപ്രകാരം പറയുന്നു: പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. കർത്താവ് ഗലീലക്കടലിൻ്റെ അക്കരയിൽ വെച്ച് 5000 പേരെ അപ്പവും മീനും നൽകി അത്ഭുതകരമായി പോഷിപ്പിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് കർത്താവ് ഇത് അരുളി ചെയ്യുന്നത്. ജനങ്ങൾ അത്ഭുതങ്ങൾ കണ്ടും ഭൗതികമായ ആവശ്യങ്ങൾക്കുമായാണ് യേശുവിനെ തിരഞ്ഞു വന്നത്. എന്നാൽ കർത്താവ് അവരെ ഭൗതികമായ ചിന്തകൾക്കപ്പുറത്തേക്ക് നയിക്കുകയായിരുന്നു. ഞാൻ തന്നെ ജീവന്റെ അപ്പം എന്ന് വെളിപ്പെടുത്തി ബാഹ്യമായ കാര്യങ്ങൾ കൊണ്ട് മനുഷ്യർ അവഗണിച്ചേക്കാം, എന്നാൽ എൻ്റെ അടുക്കിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയെയും സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. നമ്മൾ പൂർണ്ണമായി സ്വീകരിക്കപ്പെട്ടവരാണ് എന്ന് കർത്താവ് ഇവിടെ നമ്മെ കാണിച്ചു തരുന്നു. ലോകത്തിന് നമ്മളിലേക്ക് അടുക്കാൻ നിബന്ധനകൾ ഉണ്ടാകാം, നമ്മുടെ പദവി, സൗന്ദര്യം അല്ലെങ്കിൽ വിജയം. എന്നാൽ ദൈവത്തിലേക്ക് വരാൻ യാതൊരു നിബന്ധനകളുടെ ആവശ്യമില്ല. നമ്മുടെ ഭൂതകാല തെറ്റുകളോ അപകർഷതാ ബോധമോ പരാജയങ്ങളോ കാരണം ദൈവം നമ്മെ മാറ്റി നിർത്തുകയില്ല, തള്ളിക്കളയുകയില്ല. ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ നമ്മുടെ യോഗ്യതയോ അയോഗ്യതയോ അല്ല അവൻ നോക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയാണ്, ഒരുക്കമാണ്. യേശുവിൻ്റെ അടുക്കൽ വരാൻ നമ്മൾ പൂർണ്ണരാകേണ്ടതില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഞാൻ ആദ്യം എൻ്റെ ജീവിതം ശരിയാക്കട്ടെ, അതിനുശേഷം കർത്താവിൻ്റെ അടുക്കൽ പോകാം. പക്ഷേ യേശു പറയുന്നത്, എൻ്റെ അടുക്കൽ വരിക. നിങ്ങൾ പൂർണ്ണനായതുകൊണ്ടല്ല വരേണ്ടത്, നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളത് കൊണ്ടാണ് വരേണ്ടത്. നിങ്ങൾക്ക് ഭാരമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരിക. നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരിക. നിങ്ങൾ നിരാശയിലാണെങ്കിൽ എൻ്റെ അടുത്ത് വരിക. നിങ്ങൾക്ക് വഴി അറിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് വരിക. യേശുവിൻ്റെ ക്ഷണം പൂർണ്ണരായ മനുഷ്യർക്കുള്ളതല്ല, തകർന്ന ഹൃദയങ്ങൾക്കും ആ ക്ഷണം ഇന്ന് ഉണ്ട്. യേശു ആരെയും തള്ളിക്കളയുന്നില്ല. ഈ വചനത്തിൻ്റെ ഏറ്റവും ശക്തമായ ഭാഗം ഇതാണ്: ഞാൻ ഒരു നാളും ആരെയും തള്ളിക്കളയുകയില്ല. ലോകം നമ്മെ അളക്കുന്ന പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ്. നമ്മുടെ പണം, നമ്മുടെ സ്ഥാനം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ വിജയങ്ങൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ ഭൂതകാലം. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയെ അവൻ ഇങ്ങനെ അളക്കുന്നില്ല. നമ്മുടെ ഭൂതകാലം നോക്കി കർത്താവ് പറയുന്നില്ല, നിനക്കിനി അവസരമില്ല, നീ എല്ലാം നശിപ്പിച്ചവനാണ്, മാറി നിൽക്ക് എന്ന് പറയുന്നില്ല. മറിച്ച് അവൻ പറയുന്നു, എൻ്റെ അടുക്കൽ വരിക. ആളുകൾ നമ്മെ ഉപേക്ഷിച്ചു പോയാലും ഒറ്റപ്പെടുത്തിയാലും പ്രപഞ്ചനാഥൻ നമ്മെ ഒരിക്കലും തള്ളിക്കളയില്ല എന്ന പ്രത്യാശ നമുക്കുണ്ടാകണം. നിരസിക്കപ്പെട്ട ജീവിതത്തിന് ഒരു പ്രത്യാശയുണ്ട്. ഒരുപക്ഷെ ഇന്ന് നമുക്ക് തോന്നുന്നുണ്ടാകാം, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് ആരുമില്ല, എൻ്റെ ജീവിതം ഒരു പരാജയമാണ്. പക്ഷേ മനുഷ്യർ നമ്മെ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് മൂല്യമില്ലാതാകുന്നില്ല. ഒരു വാതിൽ അടഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞുവെന്ന് അർത്ഥമില്ല. കർത്താവ് പുതിയ വാതിലുകൾ തുറന്നു തരും. നമ്മൾ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമ്മൾ നിരസിക്കപ്പെടുകയല്ല. ഇതാണ് കർത്താവിലുള്ള പ്രത്യാശ. നമുക്ക് നിത്യജീവന് അവകാശികളാക്കുവാൻ നമ്മളെ യോഗ്യരാക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. ഇന്ന് തന്നെ കർത്താവിൻ്റെ അടുക്കൽ നമുക്ക് വരാം. ഈ വചനം നാളേക്കുള്ള ക്ഷണമല്ല, ഇന്നത്തെ ക്ഷണമാണ്. നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെക്കും. നാളെ പ്രാർത്ഥിക്കുക, നാളെ ജീവിതം മാറ്റാം, നാളെ ദൈവത്തിൻ്റെ അടുക്കൽ പോകാം. പക്ഷേ നമ്മുടെ കൈവശമുള്ളത്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഇന്നാണ്. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വയ്ക്കുക. നമുക്കൊരു ഭയമുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. നമുക്ക് എന്താണോ ആവശ്യം അത് ഇന്ന് തന്നെ ചോദിക്കുക. എന്ത് ആവശ്യങ്ങളായാലും അത്യാവശ്യങ്ങളായാലും ആഗ്രഹങ്ങളായാലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് തന്നെ സമർപ്പിക്കുക. നമ്മുടെ ജീവിതം ഒരു പുതിയതാക്കാൻ ഇന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്താനും പുതിയൊരു അർത്ഥം നൽകാനും കർത്താവിന് സാധിക്കും. ഭയപ്പെടാതെ ഇന്ന് തന്നെ അവൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുക. നമ്മൾ അനാഥരല്ല, ഉപേക്ഷിക്കപ്പെട്ടവരല്ല. നമ്മെ സ്വീകരിക്കാൻ കൈകൾ നീട്ടി നിൽക്കുന്ന നമ്മുടെ കർത്താവുണ്ട്. നമുക്ക് വേണ്ടി കാൽവറിയുടെ ഉന്നതങ്ങളിൽ സ്വയം യാഗമായി അർപ്പിച്ച നമ്മുടെ കർത്താവിനെ ഇന്ന് സ്തുതിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഭൂതകാലം നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ട്.
നമ്മുടെ പഴയ ജീവിതം നമ്മെ വേദനിപ്പിക്കേണ്ട കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കും. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ ലഘൂകരിക്കും. നമ്മുടെ ഭയങ്ങൾക്ക് പകരം സമാധാനം നൽകും. നിരാശയ്ക്ക് പകരം പ്രത്യാശ നൽകും. തകർച്ചയ്ക്ക് പകരം പുതിയൊരു തുടക്കവും കർത്താവ് ഇന്ന് നൽകും. പൂർണ്ണമായി കർത്താവിൽ സമർപ്പിക്കുക. നമ്മുടെ ജീവിതം അവൻ്റെ കൈകളിൽ സുരക്ഷിതമാണ്. നിത്യജീവൻ അവൻ നൽകും. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.